ഓം മഹാദേവീ നമഃ. അമൃതസദ്ഗുരവേ നമഃ. അമ്മയുടെ 58ാമത്തെ തിരുനാമമാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പഞ്ചബ്രഹ്മാസനസ്ഥിത, ഇതാണ് ആ നാമം. പഞ്ചബ്രഹ്മാസനസ്ഥിത. പഞ്ചബ്രഹ്മൻ എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. അത് എല്ലാവർക്കും അത്ര പരിചിതമല്ല. ഈ വേദത്തിലെ ചില മന്ത്രങ്ങൾ നമ്മൾ ക്ഷേത്രങ്ങളിലെ ചില ക്രിയകൾക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ശിവക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ചും ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 5 മന്ത്രങ്ങളുണ്ട്. ചില ബ്രാഹ്മണർ 6ഉം 7ഉം ഉപയോഗിക്കാറുണ്ട്, ചിലർ 5 എടുക്കാറുള്ളൂ. ഈ 5 മന്ത്രങ്ങൾക്കും കൂടി പറയുന്ന പേരാണ് പഞ്ചബ്രഹ്മൻ. യജുർവേദത്തിലെ 5 മന്ത്രങ്ങളാണ്. അപ്പോൾ ഈ പഞ്ചബ്രഹ്മൻ എന്ന് പറയാൻ കാരണം ഇതിനകത്ത് 5 ബ്രഹ്മത്തിൻ്റെ 5 ശക്തികളെക്കുറിച്ചാണ് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. കാരണം ശിവന് 5 മുഖമുണ്ട് എന്ന് പറയും. ആ 5 മുഖങ്ങൾ ഇതൊക്കെയാണ്. പഞ്ചബ്രഹ്മൻ എന്ന് പറയുന്നത് 5 ബ്രഹ്മത്തിൻ്റെ 5 ശക്തികൾ. വേദത്തിൽ പരബ്രഹ്മത്തിൻ്റെ 5 വിഭൂതികളായിട്ടാണ് ഇത് പറയുന്നത്. പുരാണങ്ങളിൽ വരുമ്പോൾ ശിവൻ്റെ 5 മുഖങ്ങളാണ് എന്ന് പറയും. രണ്ടും ഒന്ന് തന്നെ. ഇനി വേറെ ഒരു രസം, ശിവൻ്റെ ഇതേ 5 മുഖങ്ങളുണ്ടല്ലോ, ഇത് തന്നെയാണ് സുബ്രഹ്മണ്യൻ്റെ 5 മുഖങ്ങൾ. ഒന്ന് സുബ്രഹ്മണ്യൻ്റെ നോർമൽ മുഖം, ബാക്കി 5 മുഖങ്ങളുടെ പേരും ഇത് തന്നെയാണ്. ശിവൻ്റെ 5 മുഖങ്ങളുടെ പേരും ഇത് തന്നെയാണ്. സദ്യോജാതം എന്ന് പറയുന്നതാണ് ആദ്യത്തെ മുഖം. സദ്യോജാതം, തൽപുരുഷം, ഈശാനം, വാമദേവം, അഘോരം. ഇങ്ങനെ 5 മുഖങ്ങളുണ്ട് ശിവന് എന്നാണ് സങ്കല്പം. ഈ 5 മുഖങ്ങൾ തന്നെയാണ് സുബ്രഹ്മണ്യൻ്റെ 5 മുഖങ്ങളും. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 5 മുഖങ്ങളെന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന 5 ശക്തികളാണ്, 5 വിഭൂതികളാണ്. ഈശ്വരൻ്റെ 5 വിഭൂതികൾ. അപ്പോൾ പഞ്ചബ്രഹ്മാസനസ്ഥിത, ഈ 5 വിഭൂതികളിൽ സ്ഥിതി ചെയ്യുന്നവൾ. പഞ്ചബ്രഹ്മ ആസനമെന്ന് പറഞ്ഞാൽ ഇരിപ്പിടം, സ്ഥിത എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നവൾ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന 5 വിഭൂതികളിൽ വ്യാപിച്ചു നിലകൊള്ളുന്നവൾ. ഇതെല്ലാം അന്തിമമായി ദേവിയുടെ വിഭൂതികൾ തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ മുഖം ശിവൻ്റെ മുഖം, സുബ്രഹ്മണ്യൻ്റെ മുഖവും അതുതന്നെയാണ്. സദ്യോജാതം എന്ന് പറയും. അപ്പോൾ സദ്യോജാതം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ പ്രപഞ്ചത്തെയാണ് സദ്യോജാതം എന്ന് പറയുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിലെല്ലാം വന്നല്ലോ എന്നായിരിക്കും നിങ്ങൾ കരുതുക. അങ്ങനെയല്ല. നമ്മൾ പുറമേക്ക് കാണുന്നു. ഇപ്പോൾ നമ്മൾ ഒരു പപ്പായ, ആ വൃക്ഷം ഇങ്ങനെ കാണുന്നു. നിങ്ങൾ അതിൻ്റെ ഇലകളുടെ രൂപവും അതിലെ കായ്കളുടെ രൂപവും ആ വൃക്ഷത്തിൻ്റെ തണ്ടിൻ്റെ രൂപവും അല്ലേ നിങ്ങൾ കാണുന്നുള്ളൂ. അതിനകത്ത്, ആ കായ്ക്കകത്ത് എന്തൊക്കെയാണുള്ളത്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇലയിൽ എന്താണ് അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, ആ വൃക്ഷത്തിൻ്റെ തടിയിൽ എന്തൊക്കെയാണുള്ളത്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊന്നും നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളതിനെ പുറമേക്ക് കാണുക മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ പ്രപഞ്ചത്തെ നമ്മൾ പുറമേക്ക് നോക്കുമ്പോൾ പ്രപഞ്ചത്തിലെ ഈ ജന്തുജാലങ്ങളെയും സസ്യജാലങ്ങളെയും കാണുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന ആ പ്രപഞ്ച രൂപങ്ങളെയാണ് സദ്യോജാതം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈശാനം. അതിൽ നിന്ന് കുറച്ചുകൂടി നമ്മൾ ചുഴിഞ്ഞു ചെല്ലുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്താ കാണുന്നത്? ഓരോ ജീവശരീരങ്ങളിലും, ജന്തുക്കളുടെ ശരീരത്തിലും സസ്യങ്ങളുടെ ശരീരത്തിലും ഈ എല്ലാ രൂപങ്ങളിലും ചില ശക്തികളുണ്ട്, ഊർജം. നമ്മുടെ ശരീരത്തിലാണെങ്കിൽ അത് നമ്മൾ പ്രാണ ഊർജമെന്ന് പറയും. സസ്യങ്ങളിലും പ്രാണ ഊർജം തന്നെയാണ്. ആ ഊർജമാണ് അതിനകത്ത് ജലം വലിച്ചെടുക്കുന്നത്, പോഷകം വലിച്ചെടുക്കുന്നത്, അത് ഇലയിലെത്തിക്കുന്നത്, അവിടെ പാകം ചെയ്ത് വൃക്ഷ ശരീരത്തിൽ മുഴുവൻ എത്തിക്കുന്നത്.
നമ്മുടെ ശരീരത്തിലാണെങ്കിലും ശരീരത്തിലെ ആന്തരികാവയവങ്ങളും അതിൻ്റെ എത്രയോ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്നത് മുഴുവൻ ഈ പ്രാണ ഊർജ്ജമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പ്രപഞ്ചത്തിലെ ഈ രൂപങ്ങളാണ് കാണുന്നത്. അതിനെയാണ് നമ്മൾ സദ്യോജാതം എന്ന് പറയുന്നത്. ഈ രൂപങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഊർജ്ജത്തിലേക്ക് ചെല്ലുന്നു. ആ രൂപങ്ങൾക്ക് ഉള്ളിൽ വ്യാപിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഊർജം, ശക്തി. അതിനെ വിളിക്കുന്ന പേരാണ് ഈശാനം. അത് ശിവൻ്റെ രണ്ടാമത്തെ മുഖമാണ്, ഈശാനം. ഇനി അടുത്തത് വാമദേവം. വാമദേവം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിനൊരു മനസ്സുണ്ട്. എനിക്ക് എൻ്റെ മനസ്സ്, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ്, ഒരു പട്ടിക്കോ പൂച്ചയ്ക്കോ അതിൻ്റെ മനസ്സ്. അതുപോലെ തന്നെ സസ്യങ്ങൾക്കും മനസ്സുണ്ട്. ഓരോ സസ്യത്തിനും ഒരു മാനസിക പ്രവർത്തനമുണ്ട്. അപ്പോൾ ഈ എല്ലാ ജീവജാലങ്ങളുടെയും, അതായത് ജന്തുജാലമാകട്ടെ സസ്യജാലമാകട്ടെ, എല്ലാ ജീവജാലങ്ങളുടെയും മനസ്സിനെ ഒരുമിപ്പിച്ച് പറയുന്ന പേരാണ് വാമദേവം. മനോമണ്ഡലം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം. എല്ലാ ജീവജാലങ്ങളുടെയും മനോമണ്ഡലം. വാസ്തവത്തിൽ ഈ മനോമണ്ഡലത്തെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്നത് ഈശ്വരൻ തന്നെയാണ്. ഈശ്വരൻ സാന്നിധ്യം കൊണ്ട്, അതായത് നിശ്ചലമായി നിന്നുകൊണ്ട് പ്രവർത്തിപ്പിക്കുക. നിശ്ചലമായി നിന്നുകൊണ്ട് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുക? സൂര്യൻ നിശ്ചലമായി നിന്ന് ജ്വലിക്കുന്നതല്ലേ ഉള്ളൂ. സൂര്യൻ നേരിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ, അതങ്ങനെ ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ ആദ്യം ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുന്ന വെയിൽ, ആ പ്രകാശം, എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. ജന്തുക്കൾ മുഴുവൻ അവരുടെ ജീവിതത്തിൻ്റെ ആധാരമാണ് ഈ പ്രകാശം. പക്ഷേ സൂര്യനൊന്നും ചെയ്യുന്നില്ല, സൂര്യൻ കത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈശ്വരൻ ഒരിടത്ത് നിശ്ചലമായി നിലകൊള്ളുകയാണ്. പക്ഷേ അവൻ്റെ ആ സ്ഥിതി ചെയ്യുന്നതിൽ നിന്ന്, അവൻ്റെ സാന്നിധ്യം, പ്രസൻസ്, ആ സാന്നിധ്യത്തിൽ നിന്നാണ് ഈ സകല ജോലികളും പ്രപഞ്ചത്തിൽ നടക്കുന്നത്. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നടക്കുന്നത് അവൻ്റെ ആ സാന്നിധ്യ ശക്തിയിൽ നിന്നാണ്. അപ്പോൾ വാമദേവം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ മനസ്സാണ്. പ്രപഞ്ചമാകെ നിറയുന്ന ഒരു പ്രപഞ്ച മനസ്സും വ്യക്തിഗതമായ മനസ്സും. എൻ്റെ ഉള്ളിലെ മനസ്സും നിങ്ങളുടെ മനസ്സും തമ്മിൽ ഒരു ബന്ധമുണ്ട്. പ്രപഞ്ച മനസ്സ് നിങ്ങളെയും എൻ്റെയും മനസ്സിനെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ജീവജാലങ്ങൾക്ക് അവരവരുടെ മനസ്സുണ്ട്. അതുപോലെ തന്നെ ഈ മനസ്സുകളെ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു പ്രപഞ്ച മനസ്സുണ്ട്. ആ പ്രപഞ്ച മനസ്സിന് പറയുന്ന പേരാണ് വാമദേവം. ഇനി അടുത്തത്, പ്രപഞ്ചമാസകലം ജ്ഞാനം നിറയുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ജ്ഞാനമുണ്ട്, എൻ്റെ ഉള്ളിൽ ജ്ഞാനമുണ്ട്. അതുപോലെ പട്ടിയുടെയും പൂച്ചയുടെയും പുഴുവിൻ്റെയും ഒക്കെ ഉള്ളിൽ ചെറിയ ചെറിയ ജ്ഞാനങ്ങളുണ്ട്. നമുക്കുള്ളത്ര വികസിതമല്ല, ചെറുതാണ്. പക്ഷേ എന്നാലും അത്രയും ജ്ഞാനമുണ്ടല്ലോ. ഈ ജ്ഞാനത്തിന് പറയുന്ന പേരാണ് അഘോരം. പ്രപഞ്ചമാസകലം നിറയുന്ന ജ്ഞാനശക്തി എന്ന് പറയും. ആ ജ്ഞാനശക്തിയാണ് അഘോരം എന്ന മുഖം, അഘോരം. അടുത്തത്, പ്രപഞ്ചത്തിൽ ആസകലം നമ്മൾ ആനന്ദം അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ലഡു തിന്നുമ്പോൾ ആനന്ദം, ചായ കുടിക്കുമ്പോൾ ആനന്ദം, ചിലർക്ക് കള്ളു കുടിക്കുമ്പോഴായിരിക്കും ആനന്ദം, ചിലർക്ക് സെക്സ് ചെയ്യുമ്പോഴായിരിക്കും ആനന്ദം. എന്തായാലും ശരി, നിങ്ങളുടെ ഉള്ളിൽ ആനന്ദമുണ്ട്. ഈ ആനന്ദത്തിൻ്റെ അടിസ്ഥാനത്തെയാണ് തൽപുരുഷം എന്ന് പറയുന്നത്. അത് ബ്രഹ്മത്തിൻ്റെ ഒരു മുഖമാണ് ഈ ആനന്ദം, തത്പുരുഷം. അപ്പോൾ ഈ 5 മുഖങ്ങൾ, അപ്പോൾ ഓരോ ശക്തികളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 5 ശക്തികൾ പരബ്രഹ്മത്തിൻ്റേതാണ്. ശിവൻ്റെ 5 മുഖമെന്ന് പറയുന്നതും ഈ 5 ശക്തികളാണ്. സുബ്രഹ്മണ്യൻ്റെ 5 മുഖമെന്ന് പറയുന്നതും ഇതേ ശക്തികൾ തന്നെയാണ്. ഈ 5 ശക്തികൾക്കും ഇരിപ്പിടമായവൾ, ഇതിനെയെല്ലാം നിലനിർത്തുന്നവൾ പരബ്രഹ്മം, ദേവി തന്നെയാണ്, അമ്മ തന്നെയാണ്. പ്രപഞ്ചമാതാവായ അമ്മയുടേതാണ് ഈ 5 ശക്തികളും എന്ന് ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കണം. ഹരിസ്മരണമസ്തു.